ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മധ്യാഹ്ന സമയത്ത് സന്നിധിയിൽ അടുത്തുവാനും മുഖത്തേക്ക് നോക്കുവാനും നീ ഞങ്ങൾക്ക് അവസരത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയ സമയകാലഭേദമേ നിന്റെ പ്ലാവ് ഞങ്ങൾക്ക് വരുവാന് കഷ്ടങ്ങളിൽ
ഉണ്ടായിരുന്നെങ്കിൽ ട്രിവാൻഡ്രത്തും കുറച്ച് ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് യുവസഖ്യത്തെ യുവാക്കന്മാരുടെ ഇടയിലുള്ള പ്രവർത്തനത്തിന് സുഖം നേതൃത്വം കൊടുത്തിരുന്നു. ക്യാമ്പുകൾ വരെ ഞാനും ഉടവ ഇങ്ങനെ സഹകരിച്ചിരുന്നു. അങ്ങനെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തിലെ ദൈവം ഞങ്ങൾക്ക് വേലയുടെ വെളിച്ചത്തിൽ അതുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ വളരെ ഒരു ഭയങ്കര രണ്ട് സ്നേഹിതന്മാർ തമ്മിലല്ല, ഒരു സഹോദര സ്നേഹം പോലുള്ള ഒരു സ്നേഹമാണ് എനിക്കും സുഖമായിട്ടുണ്ടായിരുന്നു. സുഖിന്റെ ഫാദർ ജ്യേഷ്ഠൻ ട്രിവാൻഡ്രത്തായിരുന്നു. ജോസാറെ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വാത്സല്യത്തോടെ സ്നേഹമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാധനമുള്ളത്. ആ ഒരു പ്രത്യേക ബന്ധപ്പെടാൻ എനിക്ക് സുഖമായിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞത്. ദൈവം നമുക്ക് ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കും. അതാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതായിട്ടുള്ള അതാ അവർ ചോദിച്ചു 10 പേരെ ഞാൻ സൗഖ്യം വെക്കിയത് 9 പേര് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾക്ക് ദൈവം നൽകുന്ന സകല അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കുന്നതായിട്ടുള്ള സകല കൃപകളും ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തുന്നുള്ളതാണ്. ഈ ലോകത്ത് ദൈവം സൃഷ്ടിയാക്കിയിരുന്ന സർവ്വ ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ദൈവം അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയാണ്. നമുക്കറിയാം റോമർക്ക് എഴുതിയ 7-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നു, ദൈവത്തെ വിളിച്ച് സ്നേഹിക്കുന്നവർക്ക്, എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സകലതും നന്മയ്ക്കായി കൂടിയാൽ സകലതും നന്മയ്ക്കാക്കി. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്ന മഹത്വപ്പെടുന്നത്. ദൈവം സകലം അതിന്റെ താഴത്തെ ഒരു ഭാഗമാണ് ഏറ്റവും എന്റെ ജീവിതത്തില് ഏറ്റവും കാലായി തന്നിരിക്കുന്നിട്ടുള്ള നമ്മൾ ഭവനങ്ങൾ വാങ്ങുകയും ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ തൊഴിൽ നമുക്ക് ലഭിക്കുകയും ദൈവം നമ്മെ ഓരോ സ്ഥാനങ്ങളാകുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു കാര്യം, ദൈവമായ കർത്താവ് നമ്മെ മുൻപേ അറിയിക്കുന്നു. നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ ദൈവം എത്ര മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കും. മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിച്ചിരിക്കുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നു, വിളിച്ചവരെ നീകരിച്ചിരിക്കുന്നു, നീകരിച്ചവരെ തേജസ്സിരിക്കുന്നു. അവന് നമ്മെ അറിഞ്ഞു തന്നെയാണ്, നമുക്ക് വേണ്ടി ഒരിക്കലല്ല, നമുക്ക് വേണ്ടി അറിയുന്നതല്ല, നമ്മെ അവന്റെ നീതി വഴി നിലനിർത്തുന്നതാണ്. നീതിമായ ദൈവം നമ്മെ തേജസ്കരിക്കോളും അവന്റെ തേജസ്സവും നമ്മൾ അറിയിത്തീരുന്നവരെയും നമ്മെ പരിപാലിച്ച് നമ്മെ തേജസ്കരിച്ച് അവൻ നിർത്തും. അതാണ് ദൈവത്തിന് നമ്മുടെ വ്യവസ്ഥ. അത് വെളിച്ചമാണ് താൻ മക്കൾ ലോകത്തിലായിരിക്കുന്ന സ്ഥാനങ്ങള് അവൻ ഈ ലോകപ്രകാരവും മേന്മയേറിയ സ്ഥാനങ്ങൾ കൂടെ നടത്തും നമ്മെ അവൻ ആഴ്ത്തിക്കുകയില്ല. അതിന്റെ ഒരു ആണ് നമുക്ക് ഭരിക്കാൻ പോയി താമസിക്കാനുള്ള ഭവനങ്ങളും എല്ലാം അവൻ ക്രിയേറ്റ് 23 സംഖ്യകളും നമ്മൾ നോക്കുമ്പോൾ അതിന് കാണും. യഹോവ ഇടയനാണെന്ന് എനിക്കിട്ടുണ്ടായില്ല, പച്ചയായ പിള്ളേക്ക് അവനെ നടന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരിയിലേക്ക് ആദ്യമവനെ കിടന്നു. പച്ചയായ പുൽപ്പടങ്ങൾ പറയുന്നതാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്, നമ്മുടെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത്. ഈ പച്ചയായ പുൽപ്പടങ്ങൾ കൊണ്ടുവന്ന് നീ സുഖത്തോടും കൂടെ താമസിച്ചു എന്ന് പറയും. ദൈവമേ കൊണ്ടിരിക്കുന്ന ഉദ്ദേശം യഹോവ ഇടയനായ ദൈവം നമ്മെ ഇവിടേക്ക് നടന്നു വരിക. ഇവിടെ വന്നു കഴിഞ്ഞാലും തൻ മക്കളെ ലഭിക്കാനായിട്ട് അനുവദിക്കുക. ഇവിടെ ഉള്ളവരെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചോളാൻ പറയും. ഈ അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് ദൈവം നൽകുന്ന കൃപയാണ്, അനുഗ്രഹമാണ്, ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അത് നമ്മുടെ ആ നദിയോട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിൽ ഈ ഭവനത്തില് പ്രിയപ്പെട്ട സുഖവും ഭാര്യയും കുഞ്ഞും ഇവിടെ താമസിക്കുമ്പോൾ ഈ ഭവനത്തിന്റെ സകല സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൂടാതെ ഈ ഭവനത്തിന് വരാമാകുന്ന സകല അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് ഒരു ഭാഗത്തിന് കൂടാതെ ആകെയില്ല, ഒരു അനർത്ഥം നിനക്ക് ലഭിക്കുകയാണ് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു അനുഭവം നിത്യമായി ഈ ഭവനത്തെ ഉണ്ടാകുകയും ഇത് സകല വാദങ്ങളെയും ജനങ്ങളെയും ഇതുമായ കർത്താവ് കാക്കട്ടെ പരിപാലിക്കട്ടെ എന്ന് ഒരു വാക്കിൽ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താം. കർത്താവിന്റെ ദിവസമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ബഹുമാനീയമായ ദൈവത്തിനോട് വർഷത്തില് വീണ്ടും ഉച്ചകളായ ശീത്ത് അയപ്പാന്റെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടായ വലിയ സത്യത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വീണ്ടെടുക്കാൻ രക്ഷിതാവായ കർത്താവ് കഴിഞ്ഞ കാലങ്ങളില് നമുക്ക് എല്ലാവർക്കും നല്ലവനായിരുന്നത് പോലെ തന്നെ ഇന്ന് പൽക്കാലത്തും നമ്മൾ നല്ലവനായി തന്നെ ഇരിക്കും. വരുന്ന കാലങ്ങളില് ദൈവം തന്റെ വിശ്വസ്തയില് നമ്മെ പരിപാലിക്കുന്നു എന്നതുകൊണ്ട് സന്തോഷിപ്പാനുള്ള അവകാശമുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ഇതിലെ ഹൃദയം നന്ദിയാ നിറയുക. പ്രത്യേകിച്ച് കർത്താവിന്റെ ശ്രദ്ധതാകുണ്ടായ മനുഷ്യനാണ് ഞാൻ. എന്നാൽ എനിക്കിപ്പോൾ എന്റെ മുറിയില് ഞാൻ താമസിക്കുന്ന വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ മുറിയില് ഈ ഫോണിന്റെ കടകളുണ്ട്. ഈ ഇന്നലെ പിന്നിട്ട് എല്ലാ സൗകര്യങ്ങളും കർത്താവിക്കുന്നത്. അതായത് സമയത്ത് ഇമിഗ്രൻ്റായാലും മാത്രമല്ല ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി മറ്റൊരാള് എനിക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതല്ല എനിക്ക് അവകാശമായി കിട്ടുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് മാറും, എന്റെ കുഞ്ഞുങ്ങളൊന്നുമില്ല. ഞാൻ വിദേശത്ത് വന്ന് ഒറ്റ താമസിക്കുന്നത്. ബെഡ്റൂം, പുതിയ കാർപ്പറ്റ്, ആരുപയോഗിക്കാത്ത ഫ്രിഡ്ജ്, ആരുപയോഗിക്കാത്തതായ ഇലക്ട്രിക്കൽ സ്റ്റൗ എല്ലാം പുതിയതാണ്. പുതിയ ഒരു അപ്പാർട്ട്മെന്റ്, ഒരു പഴയ അപ്പാർട്ട്മെന്റാണെങ്കിൽ പുതിയ അനുഭവം ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ മനസ്സിൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞു ആ വിഷയത്തിന് വേണ്ടി അവിടെ അയക്കുന്ന പോലെ ഞാനിവിടെ ഒന്നിച്ച് സന്തോഷിക്കാൻ വന്നത്. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ അപേക്ഷിക്കുന്ന
ഈ യാത്ര നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ കൂടുതൽ പറയാൻ നിന്നാലേ മണിക്കൂർ പറയും. എന്നാൽ ചില ഭാഗം ആദ്യം വായിച്ചു വിട്ടിട്ട് ചുരുക്കില്ല വാക്ക് മാത്രമാണ് നമ്മുടെ അതിനെ നമുക്ക് ഏറ്റവും ആശ്വാസമുള്ളതുകൊണ്ട് അതാണ് നമ്മൾ ബലപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവനെ വായിച്ച ശേഷം ഒന്ന് രണ്ടാമത് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവരായ അവരോട് ഉച്ച ദൈവത്തിന്റെ കാര്യങ്ങളെ നമുക്ക് ദൈവത്തെ മതപ്പെടുത്തി നമ്മുടെ താല്പര്യപ്പെടുന്നു. ഒരു വേറെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കും തൈകൾ പോലെയും യഹോവ മകനായ പുരുഷൻ നിന്നെ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. യഹോവ സീയോനിൽ നിന്ന് അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലത്തെ യെരൂശലേമിന്റെ നന്മ കാണും. നിന്റെ മക്കളുടെ മക്കളിൽ നീ കാണും. ഇസ്രായേലിന് സമാധാനമുണ്ട്. 1 മുതൽ 14 വരെയുള്ള വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധ കേട്ടു. ഞാൻ ഇതിനോട് ആജ്ഞാപിക്കുന്ന അവന്റെ സ്വരകൽപ്പനകളും പ്രമാണിച്ചു തന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയുടെ സർവ്വജാതികൾക്കും ഇത് ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് എത്തിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ മൃഗാദികളുടെ പേരും ആടുകളുടെ ഉറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ വട്ടയും മാവ് ഉപയോഗിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തപ്പുമാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെയും ഏത് വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് പോകും. യഹോവ നിന്റെ കളപ്പുകളിലും നീ കൂടുന്നത് എല്ലാവരും നിനക്ക് അനുഗ്രഹം കലിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന വിശുദ്ധ അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ പ്രമാണിച്ച് അവൻ വഴികൾ നടന്നാൽ യഹോവ നിന്നോട് അത്യന്തപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ പേര് വിളിച്ചിരിക്കുന്നു. നിന്റെ ഭൂമിയുടെ സകലാധികം നിന്നെ ഭയപ്പെടും. നിനക്ക് ദൈവത്തിന്റെ യഹോവ നിന്റെ ഭക്തന്മാരോട് സത്യം ചെയ്തതിട്ട് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭത്തിലും സമയങ്ങളുടെ പത്തിലും നിന്നത്തെ ഫലത്തിലും പത്തിലും ആ സമയത്ത് നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജനങ്ങൾക്കും വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് എന്നോട് ആജ്ഞാപിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിക്കുന്നതെന്നാൽ യഹോവ നിന്നെ വാതെല്ലാം തലയാക്കും. നീ ഉയർച്ച തന്നെ വഹിക്കും, താഴ്ച വഹിക്കുക. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് ദൈവങ്ങളുടെ ബന്ധം ചെയ്യുവാൻ നീ ഇടത്തോട്ട് വലത്തോട്ട് മാറരുത്. അവരുടെ പരിശുദ്ധമായ നാമത്തെ സ്തോത്രം ചെയ്യും. യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കുകയും അത് പ്രാണികൾ ജീവിക്കുകയും ചെയ്യുന്നതായ തന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാനുള്ള ദൈവം പറഞ്ഞത്, നിങ്ങൾക്ക് അവകാശമായി തന്ന ദേശത്ത് നിങ്ങൾ ചെന്ന് ദേശം അവകാശമാക്കി അവിടെ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ആദ്യഫലം എടുത്തുകൊണ്ട് എന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. ആലയത്തിൽ അനേകർ കടന്നുവരുന്ന സമയത്ത് ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്റെ കൃഷിഫലങ്ങളിൽ ദൈവം സാധിച്ചു എന്നുള്ളത് ആ ഫലം കാണുമ്പോൾ ജനങ്ങൾ ഗ്രഹിച്ചിട്ട് അത് ദൈവത്തിന്റെ നാമത്തിന് മഹിമയാണെന്നും മാത്രമല്ല ദൈവത്തെ സേവിക്കുന്നവർ മറ്റനേക രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കൃഷിഫലം, അതുപോലെ തന്നെ പശുക്കളുടെ പേരപ്പിറപ്പ്, അതുപോലെ പട്ടണം അവിടെ ഗ്രഹിക്കുന്നത് എന്ന് ചെന്നിട്ടാലും ദൈവം അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തിക്കാണിക്കുന്ന ദൈവമാണെന്നത് ദൈവത്തിന്റെ വ്യവസ്ഥ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഇസ്രായേൽ ദൈവം വ്യവസ്ഥിതിയാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നത്ര കുഞ്ഞ് അബ്രഹാം ദൈവം നീ ഇവിടെ പുറത്തില്ല, നിന്നെ ഞാൻ വലിയൊരു ജാതിയാണ്. അബ്രഹാം ദിവാനുഗ്രഹത്തോടുകൂടെ ദൈവത്തിന്റെ ആലോചനയോടുകൂടെ തന്നെ ദൈവം അനുഗ്രഹങ്ങൾ കൂടെ പകർന്നിരിക്കുന്ന യാത്രകൾ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം താൻ പോയിട്ടെല്ലാം കൂടാരമടിച്ച് യാഗവീയം പണ്ട് ദൈവത്തെ ആരാധിച്ചു എന്നാണ് എനിക്ക് പറയുന്നത്. അവിടെ ഏത് ആവശ്യമാണ്, ഏത് നിലയിലാണോ പാർക്കേണ്ടത് അതനുസരിച്ച് കൂടാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ മുന്നിലാണ് നാം പാർക്കുന്നത്. കൂടാരം അയക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പരിപാടി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യം. നാം എവിടെ പാർക്കണം, നാം എന്ത് തിന്നണമെന്ന്, നാം എവിടെ ഇരിക്കണമെന്ന് ദൈവത്തിന് നമ്മെ കുറിച്ച് പരിപാടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ദൈവപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവഷ്ടമാണ് നമ്മെ കുറിച്ചുള്ള ദൈവഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അകലുള്ള ആദ്യം തന്നെ പോയി ആരാധിച്ചു. അവിടെ സമൃദ്ധമായ ഒരു ദേശം, ഫലപുഷ്ടമായ ദേശമാണ്. അവിടെ പോയി കൊനാളൻ 15 വർഷം. അന്ന് ആ ദേശത്തുള്ള ലോകത്തുള്ളതായ ഫലപുഷ്ടമായ ദേശങ്ങളിൽ ഏറ്റവും പ്രധാനവും അഭിവൃദ്ധിയുള്ളതായ ഒരു ദേശമായിരുന്നു ഈ ഹാരാൻ എന്ന് പറയുന്നത്. അബ്ദാവായ അങ്ങനെ ഇതാണ് ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന വഴി, ഇതിൽ കൂടെയാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ആലോചന കേട്ടു. തന്റെ ഡാവിന്റെ ആലോചന ശരിയാണ് വിചാരിച്ചുകൊണ്ട് പാർത്തു. ദൈവത്തിന്റെ അടുത്ത് പോകുകയും ആലോചന ചോദിക്കുകയും ചെയ്യില്ല. വീണ്ടും ദൈവത്തിന്റെ അപ്പുറം കാരണമില്ലാതായി ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ദൈവം ഞാൻ ഇവിടെ പാർക്കണമോ, നിന്റെ ഉദ്ദേശം എന്താണ്, വീണ്ടും ചോദിക്കാൻ സന്ദർഭം എടുക്കാൻ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ മാർത്തു. അത് കുറെ നാട്ടിലെപ്പോൾ സ്വർഗത്തിലേക്ക് എന്തുകൊണ്ട് അബ്രഹാം ഇവിടുന്ന് ആരാധിക്കുന്നത്, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് സ്വർഗത്തിൽ ദൈവത്തിനറിയാം. ദൈവം കണ്ടുപിടിച്ചത് പേര് കൂടുതൽ
ഒരുപ്പൻ ഇവിടെ മാറാൻ പോകുന്നില്ല. ഇനി പിറകിൽ അവനോട് കൂടെ ഉണ്ടെങ്കിൽ ഇനിയും ഇവരുടെ ജീവിതകാലം മുഴുവൻ ഇതുതന്നെ ആർക്കുന്നതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ വിശ്വസ്തതയാകൊണ്ട് ഇനിയും അബ്രാമിനോട് തയ്യാറുണ്ടായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ആൾക്കാരേക്ക് ട്രാൻസ്ഫർ കൊടുക്കും. അന്നേരം അബ്രാമിന് എന്റെ പോയല്ലോ എന്നെ സഹായിച്ചുകൊണ്ട് പിതാവേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വർഗത്തിൽ നോക്കി മകനെ ഇറങ്ങിയിട്ടാണ്. അല്ലെങ്കിൽ ലോകത്തിൽ നമ്മുടെ ഭൂമി ജീവിതത്തിൽ നന്മകളാ ദൈവം നിറച്ചുകൊണ്ടിരിക്കും. ഈ അമേരിക്കയ്ക്ക് ദൈവം അയച്ചത് ഇനിയും നിങ്ങൾ പരിശോധിക്കാനാണ് സാധിച്ചോണം. ഈ നന്മകളെല്ലാം കാണിക്കുന്നത് ഇതിൽ മുങ്ങി മയങ്ങി അവിടെ വീണ ശ്രമമായിട്ട് ഇരിക്കാം. ഈ ഭൂമി രാജവാണെന്ന് കെട്ടിപ്പിടിച്ചാൽ നല്ലത്. ഇതല്ല നമ്മുടെ ശാശ്വതമായ ഭവനം, ഇതല്ല നമ്മുടെ ദേശം. ഇതിരിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് ആകെ നമുക്ക് വാങ്ങിച്ചതുകൊണ്ട് ഇതേതാണെന്ന് സെപ്പറേറ്റ് ചെയ്ത് തരാമായിരിക്കും. ഇത്തിരി ഒന്നും പറ്റില്ല. ഇനി ഇതിനേക്കാൾ വലിയ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതുകൊണ്ട് ദൈവം ഇതാണോ ഇതല്ല എന്നെ ദൈവമായിരിക്കുന്ന എടുക്കുന്ന ദേശം ദൈവം നമുക്ക് ഈ മരുഭൂമിയിലെ അപ്പോഴെപ്പോഴാകുന്ന വിഭവങ്ങൾ നാം അറിവുണ്ട്. ഇത് നമ്മുടെതല്ല, ഇത് നമ്മുടെ ഇതല്ല, ഇതിലൂടെ പ്രാരംഭിച്ചിരിക്കും എന്നാൽ നമുക്ക് അത്രയും ഉണ്ട്. നമ്മുടെ ഉദ്ദേശം ഇതല്ല. തങ്കത്തെ വിധിയുള്ളതും തങ്കഹാൽ ദുഃഖപ്പെട്ട വിധിയുള്ളതും പറയുമ്പോൾ ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കി വന്നാൽ ഞാൻ നിങ്ങളേക്കാണ് വീണ്ടും വന്ന് അവൻ നമുക്ക് ഭവനമൊരുക്കി കൈകളാകാത്ത നിത്യഭവനം. ആ ഭവനമാണ് നമ്മുടെ ജീവിതത്തിലുള്ള അവസരങ്ങളുടെ ജീവിതം. അങ്ങനെ ആത്മാരുടെ ജീവിതം അങ്ങനെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് സമ്പത്തുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ എവിടെ നിന്ന് പറഞ്ഞായിരുന്നേ സ്വർഗത്തിൽ നിന്ന് വലിയ ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് പോകുവാനുള്ള ആവശ്യമാണ് നമ്മുടെ ജീവിതമുള്ളത്. എന്നാൽ കാലത്തേക്ക് കൂടാരചിതമാണ്. കൂടാരാശികളാണ് ദൈവം ഒരു ദൈവത്തിന്റെ വിശ്വാസം ഈ നിലയിലല്ല. ഇതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാൻ ദൈവത്തിന്റെ വിശ്വാസത, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഉന്നത ലോകത്തിൽ അതല്ല അത്ര 7 വയസ്സായി ചെറിപ്പോകും ദൈവത്തിന്റെ വിശ്വസ്തത. ആരും ഓടിക്കാത്ത നമ്മുടെ വിശ്വസ്തമായ ദൈവ വിശ്വസ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനാകുന്ന നമ്മുടെ വീട്ടിൽ പ്രാധാന്യം ഉണ്ടാകും. ബൈബിൾ അവനെ വായിക്കുക. നിന്റെ ഭാര്യത്തിന്റെ ഒരാൾക്ക് ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവർ അനുഗ്രഹിക്കുന്നുള്ളത്. ഈ വീട്ടിൽ വസിക്കുന്നവർ അനുഗ്രഹിതരായിത്തീരുക എന്നതാണ് പ്രധാനമായ ദൈവത്തിന്റെ മുന്തിരികളുടെ അനുഭവം. ദൈവത്തിന്റെ കൈകൾ താഴ്മദാസും പ്രതികൂലങ്ങളും നന്മയും കടന്നു വരുമ്പോൾ അന്യോന്യം സഹിച്ച് ഒരു രുചികമായ ഭൗതികമായ ഇതിൽ കുറച്ചുകൂടെ അബ്രഹാം പാസ്പോർട്ടായിരുന്നു. അവർ യജമാനെ വിളിച്ചുണ്ട് അമ്മച്ചിയ സ്വഭാവം ഒരു മാതൃകയാക്കിയിട്ട് നോക്കിയിരിക്കാം. വേദത്തിൽ മാതാവിന്റെ അനുഭവം മാതാവ് ജീവിതത്തിൽ അനുഭവിച്ചുകൊള്ളണം. വിശ്വാസ ജീവിതം കുഞ്ഞുങ്ങൾ നേരെ ചുറ്റും നമ്മുടെ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ ജീവിതത്തിൽ പ്രധാനമായി ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. അർത്ഥം ഏത് കാര്യത്തിലും ദൈവത്തെ മുൻനിർത്തിയുണ്ടോ? ഏത് അനുഭവത്തിലും പ്രാർത്ഥനാ ജീവിതത്തില് ദൈവത്തിന്റെ ജീവിതങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തില് ആരാധനയിൽ സംബന്ധിക്കുന്നതില് എല്ലായ്പ്പോഴും സുഖാനുള്ളവരായി നാം തുടർന്ന് ഈ ഭവനം ദൈവഭവനമായി അനേക വിശുദ്ധന്മാർ കടന്നു, അനേക യുഗങ്ങൾ കടന്ന് പ്രാർത്ഥിക്കുന്നവരമായി, അനേക വിശുദ്ധന്മാരെ ശുചിയുന്നവരുമായി, അനേക വിശുദ്ധന്മാരുടെ ആദം അനുഗ്രഹിക്കപ്പെടുന്നവരുമായി ഇരുവാർക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ എന്റെ ഫലം എന്റെ കുടുംബം ദൈവമുള്ള കുടുംബമായി ദൈവമില്ലാത്തവരാണ് നടക്കുന്നത്. എന്നാൽ ഈ ഭവനം തിരുവാക്കണം. നമുക്ക് പ്രാർത്ഥിച്ചോദിക്കാം. വീട് പണിയാറുന്ന അധ്വാനിക്കുന്നു. വീട് പണിയേണ്ടവനായ പണിതിരിക്കാം. നമുക്ക് സ്വന്തമായിട്ട് ആലോചന നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന്റെ ആലോചനയാണ് നമ്മുടെ ജീവിതത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം നമ്മുടെ കടാശത്ത് ദൈവത്തിന്റെ സന്നിധി കൊടുത്ത് നാം ഈ ഒപ്പിട്ട് കൊടുക്കണം. എന്നറിയാം, ദൈവം ഇതാ പേപ്പറിൽ ഞാൻ സൈൻ നൽകും. ഈ പ്രോഗ്രാം ഞാൻ ആ പ്രോഗ്രാം അനുസരിച്ച് എന്തോ ചെയ്തോളാം. ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പേപ്പർ കൊടുത്ത് നമ്മൾ ഒക്കണം. നീ പ്രോഗ്രാം അതുപോലെ അനുസരിച്ചോളാം. പ്രോഗ്രാം ദൈവത്തെ അധികം സഹിക്കുക. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ ശ്രേഷ്ഠ നമ്മൾ പ്രോഗ്രാം ജീവിതത്തിന്റെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ ദേശമനുസരിച്ച് ദൈവം നീ എന്തൊരു ചെയ്തുകൊള്ളാം. അതിന് നമ്മെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ജീവിതം കൊണ്ടുവരാൻ എന്ന് വെച്ചാൽ ഒരു ദൈവദാനമത്തെ ദൈവമതിയുള്ളവരായി അവരെ വളർത്തിയെടുത്ത് അനേക മുഖാന്തരമായി ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം അതാണ് കുടുംബത്തിന് അവകാശമായിരിക്കുന്നവനെ ദൈവങ്ങളെക്കാൾ വലിയായി ദൈവഭക്തിയിൽ വളർത്തുവാൻ വലിയ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ജോലികാര്യം നാം തന്നിട്ടുണ്ട്. ഭൗമികമായ നന്മയെല്ലാം തന്നിട്ടുണ്ട്. ഈ നന്മകളെല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടിയായി വേണ്ടതിന് നിങ്ങൾ വളരെ പ്രാർത്ഥന കൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനാവേദികളിൽ ഓർമ്മ നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനാക്കാൻ വഹിക്കാം. ദൈവമായി വാഴ്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നതിന് പ്രാർത്ഥിക്കുന്നതിന് ഒന്നാമത് വിശാല സംഖ്യമാണ്
പിശാചിന്റെ ക്രിയാങ്കങ്ങൾ. എന്നാൽ ഈ ഭവനത്തിൽ നിന്ന് സാത്താന്റെ ഈ വളർച്ചത്തിനകത്ത് ഈ മുഴുവൻ വ്യക്തിയുടെ ഉള്ളിൽ സാത്താനുമായി ശക്തി ഉണ്ടാകുവാൻ ഇടാകരുത്. ഇവിടെ എല്ലാവരും സ്തുതി സ്തോത്രവും പ്രാർത്ഥനയും ഉണ്ടാകുന്നവനമായി പ്രശ്നങ്ങളുടെ മുഖത്ത് സ്തോത്രം ചെയ്യുന്ന ഭവനായി, കണ്ണുകളുടെ രോഗങ്ങളുടെ ലോകത്തിൽ പ്രയാസങ്ങളുടെ ദുഃഖത്തിന്റെ മുഖത്ത് ദൈവത്തിൽ ആഗ്രഹിക്കും കഴിയുന്ന ഭവനായി, കുഞ്ഞുങ്ങളായി വസിക്കുന്ന ഭവനമായി ദൈവത്തിന്റെ സ്കീനാരങ്ങി വന്ന ഭവനത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ സ്തോത്രം. ഇന്നത്തെ കാലം എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് എനിക്ക് കൃത്യമായി സമീപത്ത് ചേർന്ന തന്റെ രക്ഷതാന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമയം കെട്ടാൻ ഇപ്പോൾ ദൈവം നമ്മെ ആഗ്രഹിക്കും. പ്രാർത്ഥന നമ്മുടെ നോക്കാം. നമ്മുടെ യേശു ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിന് ശേഷം ലഡായിക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയിൽ അപകടകരമായ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നത് ദൈവമുള്ള എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആ പ്രദേശത്ത് എനിക്ക് നിർത്താൻ വെക്കണം. അതേ പ്രാർത്ഥിക്കണമേ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ആരാധന കണ്ടതുപോലെ എനിക്ക് എൻ്റെ ഞാൻ ഇന്നേഷന് വേണ്ടി ഞങ്ങൾ ധൈര്യമായിരിക്കുന്നു. പ്രോസസ് എല്ലാം നടക്കുവാൻ കൊള്ളും, തത്സമയത്തുവാൻ കൊള്ളും. ദൈവത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന നോക്കണമേ. പിന്നെ ഓർക്കാൻ നിങ്ങൾക്ക് യാതൊരു വിഷമവും കാരണം ഇവിടുത്തെ നിറം കണ്ട് തന്നെ മനസ്സിലായിക്കോളും ഈ ബന്ധനാര. അപ്പം ഈ പുള്ളി ഓർത്ത് കട വിഷയം ഒന്ന് അനുകരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കും. സാഹചര്യത്തെ ഞാൻ ഇരുന്നു നമുക്കായ സ്വർണം ചെയ്തത് എന്ന് പ്രാർത്ഥന. നമ്മൾ ഓരോരുത്തരും ഫലങ്ങൾ ദൈവത്തിന്റെ ദാനമാകും നമ്മളോട് വലിയ കരുതലാകുന്നുള്ളത് നമ്മൾ ഓർക്കുകയും അവനെ മഹത്വപ്പെടുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. യോഹന്നാന്റെ 11-ാം അധ്യായത്തെ നമ്മള് യേശു സഹകരിച്ചതായിട്ടുള്ള ഭവനത്തെ കുറിച്ച് പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ബേഥാന്യ പറയുന്ന സ്ഥലത്തുള്ളായിട്ടുള്ള ആ ഭവനത്തെ കുറിച്ച് പ്രധാനമായിട്ട് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അവിടെ താമസിച്ചിരുന്നിട്ടുള്ള 3 മക്കളെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. മാർത്തയും മറിയയും അവരുടെ സഹോദരൻ ലാസറും. ഞാൻ സമയത്ത് എന്റെ അപ്പന്റെ ഒരു കൂട്ടുകാരന് നാട്ടിലുള്ള അദ്ദേഹം അവരുടെ വീടിന് പേരിട്ടിരിക്കുന്നത് ബേഥാന്യ ഭവനം. 3 മക്കളുണ്ട്. ആദ്യത്തേത് മറിയക്കുട്ടി, രണ്ടാമത്തെ മാർത്ത, മകന്റെ പേര് ലാസർ നോക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മൾ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ വിധത്തിൽ ആയിരിക്കാമെന്നുള്ള ചിന്തിച്ചുകൊണ്ട് നാം അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ നമ്മുടെ വാഞ്ചമായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവം ആ ഭവനത്തോട് പ്രധാനമുള്ള മാർത്തയുടെയും മറിയയുടെയും ലാസറുടെയും ഭവനത്തെ ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കഥയാകുന്നു. എന്നാൽ പ്രധാനമായിട്ട് വലിയൊരു സത്യം വിവരിച്ചതായിട്ടുള്ള ആ സംഗതി ആയിരിക്കാൻ അവിടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. എന്നാൽ യേശു ഈ സ്ഥലത്ത് കടന്നു പോകുന്ന സമയത്ത് കൂടാൻ ആചരിക്കുന്നതിന് തെരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു ഭവനമായിട്ട് ആ പ്രധാനമായിട്ട് നാം കാണുന്നത്. മരിച്ചവരെ ഉറപ്പിച്ചു എന്നുള്ളതാണ് സത്യവും മരിച്ചവർ ഉയർത്തും എന്നുള്ളതായിട്ടുള്ള സത്യമൊക്കെ മനസ്സിലാക്കുന്ന ഒപ്പം തന്നെ യേശു കൂട്ടാൻ ആചരിപ്പാനായിട്ട് തെരഞ്ഞെടുത്ത ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയയുടെയും ലാസറുടെയും ഭവനം. അതുകൊണ്ട് ലാസർ അസുഖമായി കിടക്കുന്ന സമയത്ത് സഹോദരമായ യേശുവിന്റെ ലാളക്കണം ഇവിടെ പറയുന്നതായിട്ടുള്ള പ്രധാനമായിട്ട് നിനക്ക് പ്രിയനായവൻ ദിനമായി കിടക്കുന്നു. ഈ മാർത്തയുടെയും മറിയയുടെയും ജീവിതത്തിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പറച്ചിലുകാരെ എനിക്ക് തോന്നുന്നു ആ സഹോദരിമാർ പറയാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരേ ഒരാളുള്ള അത് ഞങ്ങളുടെ ലാസർ അവന് അസുഖമായി കിടക്കും എന്നുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് പറയുന്നത്. അതുകൂടെ വനം എന്നുള്ള പറയുന്നതായിട്ടുള്ള കാര്യമാകുന്നു പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിന് ലാസറെ മാത്രമല്ല നമ്മയൊക്കെയും അതുപോലെ തന്നെ പട്ടാഭേദമില്ലാതെ സ്നേഹിക്കാനും കരുതുവാനായിട്ടും കഴിവുള്ളതാകുന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. അവസരമാണ് ലാസറിനെ സ്നേഹിച്ച കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഗുണപരമായിട്ടോ അല്ലാതെ ചിന്തിക്കുമ്പോൾ ഒരുപാട് നാം വന്നിട്ടുള്ളതായിരിക്കും. വിലപ്പച്ചോട് ഇന്ന കൊച്ചുമകന് ഇച്ചിരി കൂടുതൽ സ്നേഹം നമുക്ക് പറയാം. പട്ടികയില് അത് വാസ്തവമായിരിക്കുമോ? എന്നാൽ ദൈവത്തിന്റെ ആ കരുതലിന് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ മക്കളോട് അവർ ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനാണ് ദൈവമാകുന്നത്. ഈ നമ്മൾ നേരത്തെ ഈ പറഞ്ഞതായുള്ള ലാസറെ ആ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് അവരെ സഹതാപത്തില് സഹതവില് കരയുന്നതായിട്ട് യേശുവിനെ ആകുന്നു ആ ഭാഗത്ത് നാം വായിക്കുന്നത്. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന വാക്യമായി കുഞ്ഞുങ്ങൾക്കെയും യേശു കരഞ്ഞുള്ളത്. യേശു കണ്ണീർ ഇംഗ്ലീഷ് പറയാൻ വളരെ എളുപ്പമാണ്. യേശു കണ്ണീർ വാർത്തതായിട്ടുള്ള ആ സാഹചര്യം ആ കുടുംബത്തോട് എത്രത്തോളം സ്നേഹത്തോടെ യേശു വർത്തിച്ചു. അവന്റെ മനസ്സിലുള്ളതായിട്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു സാഹചര്യം വന്നതായിട്ടുള്ള സമയത്ത് പ്രകടിപ്പിച്ച് അവരോട് കൂടെ തന്നെ കരഞ്ഞതായിട്ടുള്ള യേശു. അങ്ങനെ യേശു ഈ കുടുംബത്തോടുകൂടെ തന്നെ പ്രാപിച്ച് ആ കുടുംബത്തോടുകൂടെ സങ്കടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറുതും പ്രയാസങ്ങൾ വരുന്നതും സന്തോഷം വരുന്നതായിട്ടുള്ള അവസരങ്ങളിൽ യേശു നമ്മളുടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നാം പറഞ്ഞത് അതിനുവേണ്ടി ആയല്ലോ ദൈവബന്ധത്തിൽ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ സന്തോഷമോ സഹതാപമോ വന്നായിട്ടുള്ള മേതൊക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാകുന്നു, കരുതുവാനാകുന്നു. ദൈവം നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സംഗതിയുമാകുന്നു. ദൈവത്തെ കൂട്ടം യാചിപ്പാനായിട്ട് കൊള്ളാവുന്നതായിട്ടുള്ള ഒരു കാണും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും യേശുവിനെ കന്നുവാൻ നമ്മളെ സ്നേഹിപ്പാനും കരുതുവാനും കൊള്ളാവുന്നതായിട്ടുള്ള ഭാവം നാം ഈ കണ്ടുണ്ട്. ചുവരെഴുതിയിരിക്കുന്ന ഒരു കാർഡ് ക്രൈസ്റ്റ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്.
യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നേതാവ്. നമ്മളെ നയിക്കുന്നത് ഭരിച്ചു നടത്തുന്നത് ഈ കുടുംബത്തിന്റെ നായകൻ യേശുവാകുന്നു പറയുന്ന രീതിയിലായിരിക്കണേ നമ്മുടെ ജീവിതം ക്രമപ്പെടേണ്ടത്. അതിനുശേഷം പറയുന്നുണ്ട്, വായിക്കുന്ന സംഗതികളാണ് പലപ്പോഴും നമ്മൾ വായിക്കുന്നത്, അതിന്റെ അർത്ഥം എത്രത്തോളം ഗൗരവമായ അർത്ഥമാകുന്നു. യേശുവാണ് ഈ കുടുംബത്തിന്റെ നായകനും. കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ നമ്മോടുകൂടെ ഇല്ലെങ്കിലും അദൃശ്യമായിട്ട് ഒരു ഗസ്റ്റായിട്ട് നമ്മുടെ കൂടെ ഉള്ളതും യേശുവാകും. നാം കഴിയുന്ന സംഗതികൾ എന്നുള്ളതാകും. ഇതെല്ലാം കാര്യങ്ങൾ എന്താണ് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു. അത് മാത്രമല്ല, വീട്ടിലെ രഹസ്യമായിട്ടുള്ള സാധ്യതകളുണ്ട്, രഹസ്യമായിട്ടുള്ള സാധ്യതകളുണ്ട്, ഒക്കെ പറയുന്നതുണ്ട്, ഇത് പറയുന്നുണ്ട്, നമ്മുടെ ചിന്തകളുണ്ട്. അതൊക്കെ കേൾക്കുന്നതായിട്ടുള്ള യേശു ആകുന്നുള്ളതും അത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കും. യേശു ജീവിതത്തിന്റെ നായകനാകുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ നായകനാകുമെങ്കിൽ നമ്മെ തന്നെ ക്രമപ്പെടുത്തേണ്ടതായിട്ട് സംഗതികളുണ്ട്. യേശുവിന്റെ കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി അതനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായിരുന്നു വലുതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തന്നെ നമ്മെ നടത്തുന്നത്. അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നാം ജീവിക്കുന്നതിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാകും. ദൈവം നമ്മൾ ഓരോരുത്തരെയും അതാത് സ്ഥാനങ്ങളിൽ പല സ്ഥാനങ്ങളിൽ ആയിരിക്കും. ദൈവത്തിന് ഇതുപ്രകാരം ജീവിക്കാനായിട്ട് നാം കടപ്പെട്ടവരായിരുന്നു. ദൈവത്തിന് നമ്മോട് ചേർന്ന് കൂട്ടാൻ ആചരിക്കുവാനായിട്ട് കൊള്ളാവുന്നവരാകുന്നു നാം എന്നുള്ളത് നാം ഈ സമയത്ത് ചിന്തിക്കാം. ഈ സമയത്തിൽ കടമെന്ന് ദൈവത്തിന്റെ നമ്മളോട് ചേർന്ന് അവരുടെ സന്തോഷത്തില് നാം പങ്കുകൊള്ളുകയും, കർത്താവേ, ഈ ഭവനത്തിൽ നീ അവരുടെ കൂട്ടുണ്ടായതിന് ഒരു അനുഗ്രഹിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാകും ഈ സമയത്ത് നാം കടന്നുവിട്ടത്. ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്ന ഈ കുടുംബത്തിൽ അവരുടെ നായകനായിരുന്ന അവരെ ഭരിച്ചു നടത്തുന്നതിന് സകലമായിട്ടുള്ള അനുഗ്രഹങ്ങളാലും അവരെ നിറയ്ക്കുന്നതിന്, ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നതിന് പ്രയത്നിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമായിരുന്ന കൃപകൾ ഇന്നും എന്നും അവർക്ക് ചൊല്ലി കൊടുത്തു. ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ പ്രകടമാക്കത്തക്ക രീതിയിൽ ദൈവസ്നേഹം മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ കഴിയുന്ന കുടുംബമായിട്ട് ഈ കുടുംബം തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ ഞങ്ങളെ പ്രധാനമായി ഓർത്തി അവർ പ്രിയപ്പെട്ടവരായിട്ട് അടുത്ത മല്യമുള്ള ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആഗ്രഹത്തെ അവർ കൊടുത്തിരിക്കുന്ന കൃപയില് സന്തോഷിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവത്തിന്റെ കർത്താവിൽ നമ്മൾ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കും. മനോഹരം യാഹോവയുടെ ആലയം എന്നൊരാനന്ദം ഭാവപ്രകാരങ്ങളിൽ. മനോഹരം യാഹോവയുടെ ആലയം എന്നൊരാനന്ദം ഭാവപ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ.
മെയിനായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന സാധിക്കാൻ കഴിയും. ഇങ്ങനെ അവർക്ക് വെച്ച് കൂടുവാനായിട്ട് നമുക്ക് സാധിച്ചത് ഞാൻ പ്രത്യേകം സന്തോഷിക്കാണ്. കാരണം ഇവർക്കെല്ലാം ഇത്രയും യാത്രയിലൂടെ വരുവാൻ സാധിച്ചത് വലിയ സന്തോഷത്തിൻ്റെ വിഷയമാണ്. താനോടും താഴ്ചയോടും ഫസ്റ്റോടുമെല്ലാം ഞങ്ങൾ കൃത്യമായ സന്തോഷവും സ്നേഹമായിരിക്കുന്നു. അതുപോലെ കടന്നു എല്ലാവരും ഞങ്ങൾ സ്നേഹത്തിൻ്റെ നന്ദിയും വാക്ക് അറിയിക്കാണ്. ഞങ്ങളുടെ വലിയ മാറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം പെട്ടെന്നാണ് ഇതിൻ്റെ എല്ലാം ട്രെയിനുകൾ നടന്നത്. പല വീടുകൾ കാണുകയും ചിലർക്ക് വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. നറുക്കമായി പോയിട്ട് പെട്ടെന്ന് ഇതിന് വീട് ഇവിടെ വരികയും അതിലൊക്കെ ഏറ്റവും ഭംഗിയായ സൗകര്യമുള്ള ഒരു വീട് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുവാൻ ഇതായത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃതലാണ് എന്നോട് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം പറയാനില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ദൈവം നമ്മൾ കൊണ്ടുപോകാനും നമ്മളെ വിഗ്രഹതയിലാണെന്ന് നാം ചിന്തിക്കുന്നാലും ദൈവം നമുക്ക് സമീപസ്ഥനാണ് എന്നുള്ള വലിയ സത്യം ദൈവം നമ്മുടെ ജീവിതത്തെ പഠിക്കുന്നു. അതിനെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജോലിയും സ്നേഹിതരെയും വേണ്ടവരെ ഞങ്ങൾ ഇങ്ങോട്ട് സാഹചര്യം ഇവിടെ വന്നപ്പോഴേ ഇതിൻ്റെ പ്രയാസം ജീവിതത്തില്ല. ഇതൊക്കെ മറ്റു എല്ലാവരും ഞങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടുകൂടിയാണ്. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവും ഒരു കാലവും സംഭവിക്കുകയില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനാണ് എനിക്ക് സാധിച്ചു. എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഏറ്റവും നല്ലൊരു ജോലി ലഭിക്കുന്നതിലൂടെ ഇടയാക്കിയത് തന്നെ വളരെ ആവശ്യമായ കാര്യമായിട്ടാണ് കരുതുന്നത്. എനിക്ക് വ്യത്യാസവും പലരും ഇവിടെ വന്ന മറ്റു പല ജോലിയുടെ അധികം ജീവിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ദൈവം ഏറ്റവും നല്ല ജോലി ഇവിടെ വിവാഹമായിട്ട് സാധിച്ചു. ഞങ്ങൾ ഫലമാകുവാനും ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിച്ചു. ശലോമോൻ തന്നെ സദൃശവാക്യത്തിൽ പറയുന്നത് യഹോവ നീതിമാനെ പട്ടിണി എടുക്കുകയില്ല. ശലോമോനായിരുന്നു നമുക്കറിയാം, വോയിസസ് ഓഫ് വോയിസ് എന്നാ പറഞ്ഞത്. ഏറ്റവും ഞാൻ ശലോമോൻ പറഞ്ഞത് യഹോവ നീതിമാനെ പട്ടിണി കിടക്കുകയില്ല. അത് നമ്മളെ ആരും പട്ടിണിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. എല്ലാ സന്തോഷം ഐശ്വര്യം സമൃദ്ധി ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും. അതിനുവേണ്ടിയാണല്ലോ ഈ ബന്ധപ്പെടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. എന്നാൽ അതിന് വേർത്ത ജ്ഞാനിയായ ശലോമോൻ അനുസരിക്കുന്നവരാണെന്ന് അറിയാമോ? ഞാൻ നീതിമാനായവനെയാണ് യഹോവ പട്ടിണി കിടത്താതെ. അത് ഈ കണ്ണായും വാങ്ങി നോക്കി നടക്കുന്നവനെയും വഴി നടക്കുന്നവനും ഒന്നും യഹോവ തരുന്നില്ല. എന്നാൽ നീതിമാനെ യഹോവ പട്ടിണി കിടത്തുകയില്ല. എല്ലാവർക്കും ഒരു അനുഭവം അല്ല. നീതിമാനായ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അവസ്ഥയാണ്. ഒരിക്കലും ആഹാരത്തിന് വേണ്ടിയോ നിത്യവൃത്തിക്ക് വേണ്ടിയോ നിത്യമായ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദൈവത്തിന് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും മുട്ടുണ്ടാകില്ല. അതുകൊണ്ട് ദാവീദ് യഹോവ ഇടയനാണെന്ന് ഒരിക്കൽ മുട്ടുണ്ടാകില്ല. മുട്ടുണ്ടാകില്ല പറയും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ ഓരോ ആളുകൾ എന്താ രീതിയില്ല പ്രയാസപ്പെടുന്നത്. ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ആളുകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യം വരുമ്പോൾ പലപ്പോഴും കിടന്ന് എരിഞ്ഞ് പ്രയാസപ്പെടുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ദൈവം ഉണ്ടാകത്തില്ല. കൂടുതൽ ആളുകൾ സഹായം കാണില്ലായിരുന്നു, കൂടുതൽ സാമ്പത്തികമായ കാശോ അങ്ങനെയുള്ള നമ്മുടെ കയ്യില്ല. എന്നാൽ ആവശ്യം നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നേടണമെന്നൊന്നുമില്ല. ആവശ്യങ്ങളുടെ ദൈവത്തെ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കാനായിട്ടുള്ള സാധിക്കണം. എല്ലാവരും ജീവിതത്തെ സാധിക്കണം. ദൈവത്തിന്റെ നിങ്ങൾക്ക് ഒരു കൃത്യമായ അവസ്ഥയാണ്. ഇന്നെല്ലാവരുടെയും പ്രാർത്ഥന സഹകരിച്ച് എല്ലാവരും പറഞ്ഞാൽ നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം. ദൈവം അവരെ പാലിക്കുന്നതിന് ആവശ്യമായി ഓരോ ദിവസം കൊടുക്കും. അല്പതരമായിട്ട് നടന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ആ ദിവസങ്ങൾ ദൈവം സഹായിക്കുന്ന അനുഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ എല്ലാവിധമായിട്ടുള്ള സാഹചര്യങ്ങളും ദൈവം നടത്തുന്നതിന് കഴിവ് പ്രഭുവിനോട് നടത്തുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭാഗങ്ങളുടെ ദൈവം ഉണ്ടായിരുന്നതിന് ദുഷ്ടൻ എന്നവരുടെ കാരണം ദൈവം അവരുടെ കൂടെ മാറുന്ന അവർ പരിപാലിക്കുന്നത് അങ്ങനെ എല്ലാവരുമാണ് സ്വർഗ്ഗകൃപകളാലും സ്വർഗത്തെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിറഞ്ഞ ഈ ഭവനത്തിൽ ദൈവമുള്ള പണമാണ് ദൈവത്തെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഭവനമായിട്ട് ചെയ്യുന്നതിന് നമുക്ക് ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പച്ചൻ അവസാനമായിട്ട് പ്രാർത്ഥിച്ച സ്വഭാവം കരുണാസമ്പന്നും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, ഈ വലിയൊരു സമയത്തെ ഓർമ്മ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ പരിശുദ്ധ ദിനത്തിന്റെ ഉച്ചടിഞ്ഞതായിട്ടുള്ള ഈ സമയത്ത് അവിടുത്തെ സന്നിധി കൂടി അങ്ങ് മഹത്വപ്പെടുത്തുവാന് കർത്താവേ ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ സമയം അവിടുത്തെ സന്നിധിയിൽ കൂടി അങ്ങേ മഹത്വപ്പെടുത്തിയത് ഏത് ഉദ്ദേശത്തോടെ ആയിരുന്നു അതൊന്നും എല്ലാം അവിടെ അറിയുന്നു. കർത്താവേ ഈ ഭവനത്തെ കർത്താവേ ദാസ ഈ വീടുമായി കൊണ്ടുപോകാനും ഇടയായി കയറുകയും അതിന്റെ നന്ദി എന്നോണം അവിടുത്തെ സന്നിധി കൂടി അങ്ങനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആവശ്യം അനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് അവിടുത്തെ സന്നിധിയിൽ കൂടി അങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്ത് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ നല്ലവനാണ്